നമസ്കാരം. ക്യൂ മലയാള UK ന്യൂസിലേക്ക് സ്വാഗതം. ഈസ്റ്റർ വാരാന്ത്യം ലോങ് ഹോളിഡേ. രോഗികൾക്ക് മുന്നറിയിപ്പ് നൽകി NHS. വർഷത്തിലെ ഏറ്റവും നീണ്ട ബാങ്ക് ഹോളിഡേ ദിനങ്ങളാണ് ഈസ്റ്റർ വാരാന്ത്യത്തിൽ ബ്രിട്ടനിൽ വരുന്നത്. GP സർജറികളും ക്ലിനിക്കുകളും ഫാർമസികളും അടക്കം പല NHS ആശുപത്രികളും പെസഹ വ്യാഴം മുതൽ അവധിയിലാകും. സ്റ്റാഫുകളുടെ എണ്ണം തീരെ കുറവായതിനാൽ ഈ കാലയളവിൽ ചികിത്സ ലഭിച്ചേക്കില്ല. NHS ആശുപത്രികളിലെ സീനിയർ ഡോക്ടർമാരും നഴ്സുമാർ ഉൾപ്പെടെയുള്ള സ്റ്റാഫുകളും അവധിയിലാകും. അടിയന്തര സാഹചര്യങ്ങളല്ലാത്ത കേസുകളിൽ ഫോണിലൂടെയോ ഓൺലൈനിലൂടെയോ NHS 111 സേവനവുമായി ബന്ധപ്പെടാനും ചെറിയ ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെങ്കിൽ പ്രാദേശിക ഫാർമസികളുമായി ബന്ധപ്പെടാനും നിർദ്ദേശിക്കുന്നു. ബാങ്ക് അവധിക്കാലത്ത് അടിയന്തര പരിചരണം ആവശ്യമുള്ളവരെ എത്രയും വേഗം പരിശോധിക്കാൻ കഴിയുമെന്ന് ഉറപ്പാക്കാനാണ് ഈ നീക്കമെന്ന് NHS ഹാർട്ട്ലാൻഡ്സിലെ ജോയിന്റ് ചീഫ് മെഡിക്കൽ ഓഫീസർ പ്രൊഫസർ ആൻഡ്രൂ റോഡ്സ് പറഞ്ഞു. സരയിലുടനീളമുള്ള ഫാർമസികൾ തുറക്കുന്ന സമയം NHS ഇംഗ്ലണ്ട് വെബ്സൈറ്റിൽ കാണാമെന്നും അറിയിപ്പിൽ പറയുന്നു. ഹാക്നി കൗൺസിൽ അടുത്തയാഴ്ച 8 പ്രൈമറി സ്കൂളുകളുടെ ഭാവി തീരുമാനിക്കും. ലണ്ടനിലെ ഹാക്നിയിലും ഐസ്ലിംഗ്ടണിലുമുള്ള 8 പ്രൈമറി സ്കൂളുകളുടെ ഭാവി അടുത്തയാഴ്ച തീരുമാനിക്കപ്പെടും. ജനനനിരക്ക് കുറയുന്നതും ജീവിത ചെലവ് വർദ്ധിക്കുന്നതും കാരണം ഈ പ്രദേശങ്ങളിലെ വിദ്യാർത്ഥികളുടെ എണ്ണം ഗണ്യമായി കുറഞ്ഞു. ഹാക്നിയിലെ 6 സ്കൂളുകൾ ലയിപ്പിക്കുകയോ അടയ്ക്കുകയോ ചെയ്യാൻ നിർദ്ദേശമുണ്ട്. അടുത്ത ചൊവ്വാഴ്ച അന്തിമ തീരുമാനമുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. സെന്റ് മേരീസ്, സെന്റ് ഡൊമിനിക്സ് എന്നീ സ്കൂളുകൾ അടയ്ക്കും. ഓൾഡ് ഹിൽ കമ്മ്യൂണിറ്റി സ്കൂൾ ഹാരിങ്ടൺ ഹിൽ പ്രൈമറിയുമായും സർ തോമസ് ആപ്നി ഹോംലേ പ്രൈമറിയുമായും ലയിക്കും. ഈ തീരുമാനങ്ങൾ സ്കൂളുകളുടെ ബജറ്റ് പ്രതിസന്ധി കാരണമാണ്. ഈ അടച്ചുപൂട്ടലുകൾക്കെതിരെ രക്ഷിതാക്കളും അധ്യാപകരും പ്രതിഷേധിക്കുന്നു. ഹാക്നിയിലെ അധ്യാപകർ ലണ്ടൻ കുട്ടികളില്ലാത്ത നഗരമായി മാറുമെന്ന് മുന്നറിയിപ്പ് നൽകുന്നു. ലണ്ടനിലെ മറ്റു പ്രദേശങ്ങളിലും സമാനമായ പ്രശ്നങ്ങൾ ഉയർന്നുവരുന്നു. കാരണം ഭവന പ്രതിസന്ധിയും ബ്രെക്സിറ്റും കുടുംബങ്ങളെ നഗരം വിടാൻ പ്രേരിപ്പിക്കുന്നു. ഈ തീരുമാനങ്ങൾ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനും വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും. യുഗ്മ അംഗത്വം ആഗ്രഹിക്കുന്ന അസോസിയേഷനുകൾക്ക് അപേക്ഷിക്കുവാൻ അവസരം. ആഗോള പ്രവാസി മലയാളികൾക്കിടയിലെ ഏറ്റവും വലിയ ദേശീയ സംഘടനയായ യുഗ്മ പുതിയ അംഗത്തിനുള്ള അപേക്ഷകൾ സ്വീകരിക്കുന്നതിന് തീരുമാനിച്ചതായി യുഗ്മ ദേശീയ ജനറൽ സെക്രട്ടറി ജയകുമാർ നായർ അറിയിച്ചു. ഏപ്രിൽ 15 മുതൽ മെയ് 15 വരെയുള്ള ഒരു മാസമാണ് പുതിയ അപേക്ഷകൾ സ്വീകരിക്കുന്നതിനുള്ള കാലപരിധി നിശ്ചയിച്ചിരിക്കുന്നത്. ഏപ്രിൽ 5 ശനിയാഴ്ച നടന്ന യുഗ്മ ദേശീയ നിർവാഹക സമിതി യോഗമാണ് പുതിയ അംഗത്വം അപേക്ഷകർ സ്വീകരിക്കുന്നതിന് തീരുമാനിച്ചത്. യുഗ്മയിലെ അംഗങ്ങളാകുന്നതിലൂടെ പ്രാദേശിക അസോസിയേഷനുകളിലെ അംഗങ്ങൾക്ക് വിവിധ പ്രവർത്തനങ്ങളിൽ സഹകരിക്കുവാൻ ലഭിക്കുന്ന ഈ അവസരം പരമാവധി പ്രയോജനപ്പെടുത്തണമെന്ന് യുഗ്മ ദേശീയ സമിതി അഭ്യർത്ഥിച്ചു. യുഗ്മ അംഗത്വവുമായി ബന്ധപ്പെട്ട ഭരണഘടന നിർദ്ദേശിച്ചിരിക്കുന്ന യോഗ്യതകളുടെ മാനദണ്ഡത്തിലായിരിക്കും അംഗത്വ അപേക്ഷകൾ അംഗീകരിക്കുന്നത്. യുഗ്മ അംഗത്വം നേടുന്നതിന് താൽപ്പര്യമുള്ള അസോസിയേഷനുകൾ secretary.yugma@gmail.com എന്ന ഇമെയിൽ വിലാസത്തിൽ ബന്ധപ്പെട്ടാൽ അപേക്ഷാ ഫോമുകൾ ലഭിക്കുന്നതും പൂരിപ്പിച്ച അപേക്ഷകൾ 2025 മെയ് 15 മുൻപ് മേൽപ്പറഞ്ഞ ഇമെയിലിൽ സമർപ്പിക്കേണ്ടതുമാണ്. യുഗ്മ ഭരണഘടന അനുശാസിക്കും വിധമുള്ള യോഗ്യരായ അസോസിയേഷനുകളെ യുഗ്മ എന്ന UK മലയാളികൾ നെഞ്ചിലേറ്റിയ മഹാപ്രസ്ഥാനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നതായി പ്രസിഡന്റ് അഡ്വക്കേറ്റ് എബി സെബാസ്റ്റ്യൻ അറിയിച്ചു. ഇനി ഇന്നത്തെ പത്രവിശേഷങ്ങളിലൂടെ. ബീജിംഗ് ആരോഗ്യ ഡേറ്റ ദുരുപയോഗം ചെയ്യാനുള്ള സാധ്യതകളെക്കുറിച്ചും MI5 മുന്നറിയിപ്പുകൾ ഉണ്ടായിരുന്നിട്ടും ചൈനീസ് ഗവേഷകർക്ക് NHS മെഡിക്കൽ റെക്കോർഡുകളിലേക്ക് പ്രവേശനം ലഭിക്കുന്നുവെന്ന് ഡെയിലി മെയിൽ റിപ്പോർട്ട് ചെയ്യുന്നു. UKയിലെ ഏറ്റവും വലിയ അധ്യാപക യൂണിയൻ റിഫോം UKയെ തീവ്ര വലതുപക്ഷവും വംശീയവാദിയുമെന്ന് വിശേഷിപ്പിച്ചതായി ദി ഗാർഡിയൻ റിപ്പോർട്ട് ചെയ്യുന്നു. ഫാർമയെ താരിഫുകളിൽ നിന്ന് രക്ഷിക്കാൻ ഉദ്യോഗസ്ഥർ പാടുപെടുകയാണെന്ന് ദി ടൈംസ്. ചാൻസലർ റേച്ചൽ റീവ്സ് ബജറ്റ് സഹായത്തിനായി UKയിലെ പെൻഷൻകാരെ സമീപിച്ചതിനു ശേഷം 11 ദശലക്ഷം ആളുകൾ കൂടി ആദായ നികുതി അടയ്ക്കുന്നുവെന്ന് പേപ്പർ റിപ്പോർട്ട് ചെയ്യുന്നു. തിങ്കളാഴ്ച വനിതാ ജീവനക്കാർക്കൊപ്പം കാറ്റിപ്പറി നടത്തിയ ബഹിരാകാശ ദൗത്യം ഒരു പാരഡിയായിരുന്നുവെന്ന് മെട്രോ റിപ്പോർട്ട് ചെയ്യുന്നു. ഗിസയിലെ ഗ്രേറ്റ് പിരമിഡിൽ മമ്മികൾക്കൊപ്പം യേശുവിന്റെ മൃതദേഹം കണ്ടെത്തിയെന്ന അവകാശവാദമാണ് ഡെയിലി സ്റ്റാറിന്റെ 1-ാം പേജ് ഏറ്റെടുത്തിരിക്കുന്നത്. വൈറ്റ് ഹൗസുമായുള്ള വ്യാപാര കരാറിന് അപകടത്തിലാക്കുന്ന തരത്തിൽ യൂറോപ്യൻ യൂണിയനുമായി ഒരു പുതിയ പങ്കാളിത്തത്തിന് പ്രധാനമന്ത്രി സർ കിയർ സ്റ്റാർമർ അടുക്കുന്നതായി ഡെയിലി ടെലിഗ്രാഫ് റിപ്പോർട്ട് ചെയ്യുന്നു. ഡെയിലി എക്സ്പ്രസ് ഒരു നാവികസേന നായകനെക്കുറിച്ച് റിപ്പോർട്ട് ചെയ്യുന്നു. അവരുടെ അവസാന സല്യൂട്ട് നൽകാൻ സർക്കാർ വിസമ്മതിച്ചതിനെ തുടർന്ന് അവരെ വഞ്ചിച്ചുവെന്ന് അവകാശപ്പെടുന്നു.
ട്രംപിന്റെ ഭരണകൂടം വിപണിയെ സ്വാധീനിക്കുന്ന പ്രഖ്യാപനങ്ങൾ നടത്തിയതോടെ വാൾസ്ട്രീറ്റിലെ ഏറ്റവും വലിയ ബാങ്കുകൾ വർഷത്തിന്റെ ആദ്യ പാദത്തിൽ ഏകദേശം $37 ബില്യൺ വ്യാപാര വരുമാനം നേടിയതായി ഫിനാൻഷ്യൽ ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നു. ഇതെല്ലാമായിരുന്നു ഇന്നത്തെ പ്രധാന പത്രങ്ങളുടെ തലക്കെട്ടുകൾ. ഇനി മറ്റു വാർത്തകളിലേക്ക് നോക്കാം. ലണ്ടനിൽ ബാഡ്മിന്റൺ കളിക്കിടെ കുഴഞ്ഞു വീണ മലയാളി അന്തരിച്ചു. പത്തനംതിട്ട ഇരുവിപേരൂർ സ്വദേശി റിജി തോമസ് ആണ് അന്തരിച്ചത്. ലണ്ടനിലെ ഈസ്റ്റ് ഹാമിൽ കുടുംബമായി താമസിച്ചു വരികയായിരുന്നു. ശനിയാഴ്ച വൈകിട്ട് സുഹൃത്തുക്കൾക്കൊപ്പം ബാഡ്മിന്റൺ കളിക്കുന്നതിനിടെ കുഴഞ്ഞു വീണു. ഉടൻ തന്നെ പാരാമെഡിക്സിന്റെ സഹായം തേടുകയും വിദഗ്ധ ചികിത്സയ്ക്കായി ലണ്ടനിലെ സെന്റ് ബർത്തലോമിയോ ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിക്കുകയുമായിരുന്നു. ചികിത്സയെ തുടരവെ കഴിഞ്ഞ ദിവസം ഉച്ചകഴിഞ്ഞാണ് മരിച്ചത്. ഹൃദയാഘാതമാണ് മരണകാരണമെന്നാണ് പ്രാഥമിക നിഗമനം. സംസ്കാരം സംബന്ധിച്ച വിവരങ്ങൾ പിന്നീട് തീരുമാനിക്കുമെന്ന് കുടുംബാംഗങ്ങൾ അറിയിച്ചു. വരുമാനത്തിനനുസരിച്ച് ഊർജ്ജ ബില്ലുകൾ ഏർപ്പെടുത്തണമെന്ന നിർദ്ദേശവുമായി ഓഫ്ജം. യുകെയിലെ ഊർജ്ജ മേഖലയിൽ വലിയ മാറ്റങ്ങൾക്ക് വഴിയൊരുക്കാൻ ഉയർന്ന വരുമാനക്കാർക്ക് ഉയർന്ന ബില്ലുകൾ ഏർപ്പെടുത്താമെന്ന ഓപ്ഷൻ ഓഫ്ജം നിർദ്ദേശിക്കുന്നു. ഈ നിർദ്ദേശം രാജ്യത്തെ ഊർജ്ജ ശൃംഖലയെ ആധുനികവൽക്കരിക്കാനും കാർബൺ ബഹിർഗമനം കുറയ്ക്കാനും ലക്ഷ്യമിടുന്നു. ഉയർന്ന വരുമാനമുള്ളവർക്ക് ഊർജ്ജ ബില്ലുകളിൽ അധിക നിരക്ക് ഏർപ്പെടുത്തി ഗ്രിഡ് നവീകരണം, റിന്യൂവബിൾ എനർജി കാര്യക്ഷമത പദ്ധതികൾ എന്നിവയ്ക്ക് ധനസഹായം നൽകാമെന്നാണ് ഓഫ്ജം വാദിക്കുന്നത്. എല്ലാവർക്കും ഒരേ നിരക്കിൽ ബില്ലുകൾ ഈടാക്കുന്നതിന് പകരം വരുമാനത്തിനനുസരിച്ച് ബില്ലുകൾ ഘടനാപരമാക്കിയാൽ സാമൂഹിക നീതി ഉറപ്പാക്കാനും സാധിക്കും. വൈദ്യുതി സ്റ്റാൻഡിംഗ് ചാർജ് ഉപയോഗിക്കുന്ന ഊർജ്ജത്തിന്റെ മൊത്തത്തിലുള്ള യൂണിറ്റ് നിരക്കുകളിൽ ഉൾപ്പെടുത്തിയാൽ കുറഞ്ഞ ഊർജ്ജം ഉപയോഗിക്കാൻ കഴിയുന്ന ഏകദേശം 5.5 ദശലക്ഷം താഴ്ന്ന വരുമാനക്കാരായ കുടുംബങ്ങൾക്ക് പ്രതിവർഷം £44 ആനുകൂല്യം ലഭിക്കുമെന്ന് റെഗുലേറ്ററുടെ മുൻ വിശകലനം തെളിയിച്ചിട്ടുണ്ട്. കഴിഞ്ഞ വർഷം പൊതു തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ലേബർ പാർട്ടി 2030 ആകുമ്പോഴേക്കും വാർഷിക ഗാർഹിക ഊർജ്ജ ബില്ലുകൾ £300 കുറയ്ക്കാമെന്ന് വാഗ്ദാനം ചെയ്തിരുന്നു. എന്നിരുന്നാലും ഇത് സാധ്യമാകുമോ എന്ന് വിമർശകർ ഇതിനെ ചോദ്യം ചെയ്യുന്നു. എൻവയൺമെന്റൽ നികുതികൾ വൈദ്യുതി ബില്ലുകളിൽ നിന്ന് പൂർണ്ണമായും ഒഴിവാക്കാനുള്ള സമ്മർദ്ദവും സർക്കാരിനുണ്ട്. അവ ഗ്യാസ് ബില്ലുകളിലേക്കോ ജനറൽ ടാക്സേഷനിലേക്കോ നീങ്ങാൻ സാധ്യതയുണ്ട്. ഒരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. എല്ലാ ദിവസവും വാർത്തകൾക്കായി ഫോളോ ചെയ്യണമെന്നും വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാനായി ബെല്ലൈക്കൺ എനേബിൾ ചെയ്യണമെന്നും Q മലയാളം UK ന്യൂസ് ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും ഫോളോ ചെയ്യണമെന്നും അഭ്യർത്ഥിക്കുന്നു.